റാങ്ക് നള്ളിറ്റി തിയറം പ്രോബ്ലംസ് നോക്കാം. വെരിഫൈ ഡയമെൻഷൻ തിയറം or റാങ്ക് നള്ളിറ്റി തിയറം ഫോർ ദ ലീനിയർ മാപ്പ് പ്രൊജക്ഷൻ മാപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം Rn to R ഡിഫൈൻഡ് ബൈ PRI x1 x2 etc up to xn equal to xi. അതായത് പ്രൊജക്ഷൻ ഓഫ് ith കോർഡിനേറ്റ് അതാണ്. അതായത് നമ്മളിവിടെ ഇതിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് ഇതിലെ ith പൊസിഷനിലെ കോർഡിനേറ്റ് ഏതാണോ അത്. നമ്മൾ PR1 x1 x2 etc up to xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് x1 ആയിരിക്കും. 2 വന്നു കഴിഞ്ഞാൽ x2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ith കോർഡിനേറ്റ് ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇമേജ് എന്തായിരിക്കും? നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റാങ്ക് നള്ളിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് ഓഫ് PRI എന്താ വരിക? ഇമേജ് ഓഫ് PRIയുടെ ഡയമെൻഷൻ എന്താണ് വരിക? ഇമേജ് ഓഫ് PRI എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? ഹോൾ സെറ്റ്. അതായത് ഇത് XIയിലോട്ടാണ് വരിക. XI എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആണ്. അപ്പോൾ ഇതിൽ ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ R. ഇമേജ് ഓഫ് PRI എന്ന് പറയുന്നത് R ആണ്. അതുപോലെ കേർണൽ ഓഫ് PRI എന്താ വരിക? കേർണൽ ഓഫ് PRI. കേർണൽ ഓഫ് PRI എന്ന് പറഞ്ഞാൽ സെറ്റ് ഇങ്ങനെയല്ലേ വരിക ശരിക്കും നമ്മളുടെ. അതായത് നമുക്ക് എലമെൻറ്റ്സ് ഇൻ Rn നമുക്ക് പറയാം x1 x2 etc up to xn belongs to Rn such that PRI of x1 x2 etc up to xn equal to 0. ഇത് 0 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതായത് ഇത് 0ലോട്ട് മാപ്പിംഗ് വരണമെങ്കിൽ ഇവിടുത്തെ ith കോർഡിനേറ്റ് 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ ith കോർഡിനേറ്റ് 0 ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഇവിടെ വരിക. ഓക്കെ, set of all n tuples that is x1 x2 etc up to xn in Rn such that ഇതിൽ മാപ്പിംഗ് വരുന്നത് xi equal to 0. അതായത് ഇതാണ്. അതായത് ith കോർഡിനേറ്റ് 0 ആയിട്ടുള്ള n tuples. പിന്നെ ഡയമെൻഷനൊക്കെ എന്താ വരിക എന്ന് പറഞ്ഞേ? റാങ്ക് എന്താ വരിക? റാങ്ക് ഓഫ് t equal to 1. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ. ഇനി കേർണൽ ഓഫ് ടിയോ? കേർണൽ ഓഫ് ടി ഈക്വൽ ടു n-1. അതായത് n-1 കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവുക. ദ ഡിപ്പാർച്ചർ സ്പേസ്, അതായത് നമുക്കിപ്പം u എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത്? u ഈക്വൽ ടു r പവർ n. u ഈക്വൽ ടു നമ്മളെപ്പോഴും സ്റ്റാർട്ടിംഗ് ഉള്ള സ്പേസിനെ മാത്രമേ r എന്ന് എടുക്കുള്ളൂ. അതായത് u എന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഡയമെൻഷൻ ഓഫ് u റാങ്ക് നള്ളിറ്റി തിയറത്തിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മളുടെ ബൈ റാങ്ക് നള്ളിറ്റി തിയറം നമുക്ക് എന്താ പറയാൻ പറ്റുക? ശരിയാണോ എന്ന് മാത്രം വെരിഫൈ ചെയ്താൽ മതി. ബൈ റാങ്ക് നള്ളിറ്റി തിയറം നമുക്ക് എന്താ അറിയുന്നത്? റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു യു അല്ലേ. ഡയമെൻഷൻ ഓഫ് യു. ഡയമെൻഷൻ ഓഫ് യു അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ റാങ്ക് ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1 ആണ്. നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് n-1 ആണ്, അത് നമുക്കറിയാം. ഇവിടെയോ? ഇവിടെ നമുക്ക് ഡയമെൻഷൻ ഓഫ് യു നമുക്ക് r പവർ n ആണുള്ളത്. അപ്പോൾ ഇത് n ആണ്. രണ്ടും സെയിം അല്ലേ? n ഈക്വൽ ടു. സോ ദ തിയറം ഈസ് വെരിഫൈഡ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം നമുക്ക്. Let t from R3 to R4 be a linear map defined by t of x1 x2 x3 equal to x1, x1 plus x2, x1 plus x2 plus x3, x3. Find nullity and rank of t and hence verify dimension theorem. ഓക്കെ, നമ്മളോട് ഇത് തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനിലെ റാങ്കും നള്ളിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയമെൻഷൻ തിയറം നമ്മളോട് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എവിടെ നിന്നുള്ളതാണ്? നമുക്ക് തന്നിട്ടുള്ളത് R3യിൽ നിന്നും R4ലോട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഇവിടെ നമുക്ക് യു എന്ന് പറയുന്നത് R3 ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. കേർണൽ ഓഫ് ടി എന്താണ് വരിക? കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കേർണൽ ഓഫ് ടീനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക നന്നായിട്ട്. എക്സ് എന്ന് പറയുന്ന എലമെൻറ്റുകൾ R3യിലുള്ളതാണ്. സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് എവിടെ കിടക്കും? 0. ടി ഓഫ് എക്സിനെ 0ലോട്ട് മാപ്പ് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ, അതായത് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് വിച്ച് മാപ്പ് ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കേസിലോ നമുക്കൊന്ന് വൃത്തിക്ക് എഴുതാം. ഇവിടുത്തെ എക്സ് എന്താണ്? R3യിൽ എലമെൻ്റ് ആണല്ലേ വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം x1 x2 x3 belongs to R3 such that t of
x1 x2 x3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. x1 x2 x3 ബിലോങ്സ് ടു R3. നമ്മളുടെ ഈ മാപ്പ് എന്താ? ഇതിവിടെ എഴുതി കൊടുക്കാം. മാപ്പ് എന്താണ്? x1 പ്ലസ് x2 x1 പ്ലസ് x2 പ്ലസ് x3 അല്ലേ, ഈക്വൽ ടു 0. എവിടുത്തെ 0? R4 0 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 0 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, ഇതിനെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യുക ഇനി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x1 x2 x3 ഇൻ R3 സച്ച് ദാറ്റ് ഇവിടെ എല്ലാം ഇക്വേറ്റ് ചെയ്യാം നമ്മൾ. ഇപ്പോൾ x1 ഈക്വൽ ടു 0 എന്ന് കിട്ടും, x1 പ്ലസ് x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും, x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും, x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് x1 0 ആയി, ഇവിടെ നമുക്ക് x3 0 ആയി, ഇവിടെ നമുക്ക് x2 0 ആയി. അപ്പോൾ നമ്മളുടെ x1 x2 x3 ഒക്കെ എന്താ വരുന്നത്? വിച്ച് ഇംപ്ലൈസ് സെറ്റ് ഓഫ് ഓൾ x1 x2 x3 ഇൻ R3 such that x1 equal to 0 x2 equal to 0 and x3 equal to 0 അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താ? the space is 0 0 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേർണൽ ഓഫ് ടി കിട്ടിയില്ലേ? കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് 0 0 0 സ്പേസ് ആണ്. 0 സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണ് വരിക? nullity of t equal to dimension of kernel of t which is equal to 0. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഇമേജ് ഓഫ് ടീനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇമേജ് ഓഫ് ടി എന്താ വരിക നോക്കാം. നമ്മളുടെ ഡെഫിനിഷൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു ഇമേജ് ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് എക്സ് ബിലോങ്സ് ടു R4 സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R3. ഇതല്ലേ വരിക നമ്മളുടെ ഈ ഒരു സ്പേസ് അനുസരിച്ച്. അപ്പം നമ്മളുടെ ടി ഓഫ് എക്സുകൾ എന്താണെന്ന് എഴുതി കൊടുക്കാം നമുക്കിവിടെ. ടി ഓഫ് എക്സ് എന്താണ് വരുന്നത്? ടി ഓഫ് എക്സ് മീൻസ് ടി ഓഫ് x1 x2 x3 എന്താ വരിക? x1 x1 പ്ലസ് x2 x1 പ്ലസ് x2 പ്ലസ് x3 x3 അല്ലേ? സച്ച് ദാറ്റ് ഇവിടുത്തെ എക്സ് ബിലോങ്സ് ടു R3ക്ക് പകരം ഞാൻ x1 x2 x3 ഒക്കെ എവിടുത്തെ വരുന്ന? ആറിൽ വരുന്നതെന്ന് ഡിനോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കിതിൻ്റെ ബേസിസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഡയമെൻഷൻ പെട്ടെന്ന് കിട്ടും, ഇമേജ് എന്താണെന്ന്. അപ്പം ഇതിൽ എന്താണ് ഇതിനെ ബേസിസ് കണ്ടുപിടിക്കാൻ? നിങ്ങൾ വെക്ടർ സ്പേസിൽ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ബേസിസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കോർഡിനേറ്റ് ബേസ് എഴുതാമല്ലോ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? x1 പ്ലസ് x2 x1 പ്ലസ് x2 പ്ലസ് x3 അപ്പം നമുക്ക് x1നെ നമുക്ക് ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ 1 ഇവിടെ 1 1 1 1 0 അല്ലേ? പ്ലസ് x2നെ എടുത്താലോ? ആദ്യത്തെ കോർഡിനേറ്റിലില്ല 0 ഇവിടെയോ 1 1 പിന്നില്ല 0 പ്ലസ് x3 ഇൻറ്റു x3യോ 0 0 ഇവിടെ ഒരു ശരിയാണല്ലേ 0 0 ഇവിടെ 1 1 ഇത്രയല്ലോ. സച്ച് ദാറ്റ് x1 x2 x3 ബിലോങ്സ് ടു R. അതായത് നമുക്ക് എന്താ കിട്ടിയത്? ഈ ഒരു 3 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടല്ലേ നമ്മൾ ഇതിനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എന്ത് പറയാം? സ്പാൻ ഓഫ് 1 1 1 0 0 1 1 0 0 0 1 1. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ മെട്രിക്സ് യൂസ് ചെയ്താലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതാണ് നമ്മളുടെ സ്പാൻ. ഇനി ഈ സ്പാനിങ് സെറ്റിലെ ഈ എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൂടെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമേജ് സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടെ നോക്കാം. ഓക്കെ, ഇത് ടു ചെക്ക് ലീനിയർ ഇൻഡിപെൻഡൻസ് കൺസിഡർ a into 1 1 1 0 plus b into 0 1 1 0 plus c into 0 0 1 1 equal to 0. നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത്? ഇവിടുന്ന് കിട്ടുന്നത് a plus b a plus b plus c c equal to 0
0 0 0. ഇവിടെ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ തന്നെ നമുക്കറിയാം a ഈക്വൽ ടു 0 കിട്ടും, b ഈക്വൽ ടു 0 കിട്ടും ആൻഡ് c ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ദ സെറ്റ് 1 1 1 0, 0 1 1 0, 0 0 1 1 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, സ്പാനും ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ ഞാനൊരു ബി എന്ന് കൊടുത്തു. Therefore B is the basis of image of T. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റാങ്ക് ഓഫ് ടി എന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് ടി ഈക്വൽ ടു റാങ്ക് ടി ഈക്വൽ ടു എത്രയാണ്, 3 വരും അല്ലേ. 1 2 3. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ഇവിടെ റാങ്ക് നള്ളിറ്റി തിയറം അല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന യു എന്ന് പറയുന്നത് R3 ആണെന്നറിയാം. നമുക്കിപ്പോൾ നള്ളിറ്റി കിട്ടിയിരിക്കുന്നത് 0 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. സോ ബൈ റാങ്ക് നള്ളിറ്റി തിയറം നമുക്ക് എന്തെഴുതാം, therefore റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു എന്താ വരുന്നത്, 3 + 0 = 3 = ഡയമെൻഷൻ ഓഫ് R3. സോ ദ റാങ്ക് നള്ളിറ്റി തിയറം ഈസ് വെരിഫൈഡ്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Let T from R2 of x to R2 be a linear map defined by T of a plus bx plus cx square equal to a minus b, b minus c. Find nullity and rank of T and hence verify dimension theorem. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്, അത് നള്ളിറ്റിയും റാങ്കൊക്കെ കണ്ടുപിടിച്ചിട്ട് ഡയമെൻഷൻ തിയറം വെരിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന മാപ്പ് എവിടെ നിന്നാണ്, R2 of x-ൽ നിന്നും R2-ലേക്കുള്ള മാപ്പാണ്. ഓക്കെ, നമുക്കറിയാം കേർണൽ കണ്ടുപിടിക്കാം അല്ലേ നമുക്ക് ഫസ്റ്റ്. അപ്പോൾ കേർണൽ ഓഫ് ടിയുടെ ഡെഫിനേഷൻ എന്താണ്, കേർണൽ ഓഫ് ടിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x belongs to u such that t of x equal to 0. അപ്പോൾ ഇവിടെ u എന്ന് പറയുന്നത് R2 of x ആണ്. R2 of x-ലെ എലമെൻസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ആണ്. അപ്പം നമുക്ക് p of x belongs to R2 of x such that t of p of x equal to 0. നമുക്ക് നോക്കാം ഇവിടെ എന്താ വരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ a + bx സ്ക്വയർ അത് തന്നിട്ടുണ്ട്. നമുക്കതിവിടെ എഴുതാം. a + bx + cx സ്ക്വയർ belongs to R2 of x such that t of a + bx + cx സ്ക്വയർ equal to 0 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് നമുക്ക് നോക്കാമല്ലോ. which is equal to a + bx + cx സ്ക്വയർ belongs to R2 of x such that ഇവിടെ നമുക്ക് വരുന്നത് a minus b, b minus c equal to 0 എന്നാണ്. ഇവിടുത്തെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. a + bx + cx സ്ക്വയർ belongs to R2 of x. ഇവിടെ a minus b, ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ഞാനിവിടെ നോട്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് 0 എന്നല്ലേ തന്നിരിക്കുന്നത്. ഈ 0 എവിടുത്തെ 0 ആയിരിക്കും, R2-ൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ 0-നെ എങ്ങനെ എഴുതാം, 0 0 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതായത് ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പം a minus b equal to 0, b minus c equal to 0. ഇത് നമുക്ക് എന്താ കിട്ടുക, a minus b equal to 0, അതായത് a equal to b എന്ന് കിട്ടും, b equal to c എന്ന് കിട്ടും അല്ലേ ഇവിടെ. അപ്പോൾ നമുക്ക് a + bx + cx സ്ക്വയർ belongs to R2 of x such that a equal to b and b equal to c. അതായത് a equal to b equal to c, അതായത് a equal to b ആണ്, b equal to. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം നമുക്ക്, ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് എനെ നമുക്ക് ഔട്ട് സൈഡ് എടുത്താൽ a + ax + ax സ്ക്വയർ belongs to R2 of x such that a belongs to R. നമുക്ക് ഈ എനെയും കൂടെ അങ്ങ് പുറത്തെടുത്തിട്ടേ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ, a + ax + ax സ്ക്വയർ എന്ന് പറഞ്ഞാൽ എലമെൻസിൻ്റെ കളക്ഷനാണ്. അതായത് നമുക്കിതിനെ സ്പാൻ ഓഫ് 1 + x + x സ്ക്വയർ. ഓക്കെ, അതായത് കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ്.
എനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട് എ ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇവിടെ എ ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതായത് ഈ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് ഈ വരുന്നത്. അപ്പോൾ അതെന്താണ്? സ്പാൻ ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ നമുക്ക്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി ഈക്വൽ ടു ദാറ്റ് ഈസ് 1. ഒറ്റ എലമെൻ്റ് അല്ലേ ഉള്ളൂ ഇതിൽ, അപ്പോൾ 1 വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇനി ഇമേജ് ഓഫ് ടിയും കൂടെ കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഇമേജ് ഓഫ് ടി ഒന്ന് നോക്കാം. ഇമേജ് ഓഫ് ടി ഈക്വൽ ടു, ഇമേജ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു R2 ഓഫ് എക്സ്. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ നമുക്കിങ്ങനെ എഴുതുമ്പോൾ പരിമിതികളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന സ്പേസിലുള്ളത് തന്നെ എഴുതാം. ടി ഓഫ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ അല്ലേ, സച്ച് ദാറ്റ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ബിലോങ്സ് ടു R2 ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ ഇതെന്താ വരിക? ടി ഓഫ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ എ മൈനസ് ബി കോമ ബി മൈനസ് സി such that a comma b comma c belongs to R. ഓക്കെ, ഇവിടെ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാലോ. നമുക്ക് a ഇൻറ്റു എന്തെഴുതാം? a ഇൻറ്റു 1 കോമ 0 പ്ലസ് b ഇൻറ്റു ഇവിടെ -1 കോമ 1 പ്ലസ് c ഇൻറ്റു ഇവിടെ എന്തെഴുതാം? 0 കോമ -1 such that a b c belongs to R. അതായത് ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ്, അതായത് 1 0 -1 1 0 -1ൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ തന്നിരിക്കുന്നത്. നമുക്ക് എഴുതാം സ്പാൻ ഓഫ് 1 0 -1 1 0 -1 അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇമേജ് ഓഫ് ടി കിട്ടിയല്ലേ. ഇവിടെ നമ്മൾ സ്പാനിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇമേജ് ഓഫ് ടിയുടെ ഇമേജ് ഓഫ് ടി എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഇമേജ് ഓഫ് ടി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എവിടെയാണ്? നമുക്കിത് തന്നിരിക്കുന്നത് R2ലേക്കുള്ളതാണ്. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുള്ളത് R2 ഓഫ് എക്സിൽ നിന്നും R2ലേക്കുള്ളതാണ്. ഇപ്പോൾ ഇമേജ് ഓഫ് ടി കിടക്കുക ഇവിടെയാണല്ലോ. ഇമേജ് ഓഫ് ടി ഈസ് കണ്ടെയ്ൻഡ് ഇൻ R2. പക്ഷേ ഇമേജ് ഓഫ് ടിയിലെ സ്പാനിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ 3 എലമെൻറ്റ്സ് ഉണ്ടാവുമ്പം R2ലെ ഒരു സബ് സ്പേസ്, R2ൻ്റെ ബേസിസിന് തന്നെ 2 എലമെൻറ്റ്സ് മതി. പിന്നെ അതിൻ്റെ സബ് സ്പേസിന് 3 എലമെൻറ്റ്സ് വെച്ച് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താവില്ല? സ്പാൻ ആവുള്ളൂ, അല്ലാതെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻസ് ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഇത് 3 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇതെന്താവില്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. ആ കാര്യങ്ങളും കൂടി പറയാം. അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, 3 വെക്ടേഴ്സ് വന്നില്ലേ? 3 വെക്ടേഴ്സ് ഇൻ R2 cannot be linearly independent. 3 വെക്ടേഴ്സ് ഇൻ R2 cannot be linearly independent. അതായത് നമുക്കിപ്പോൾ ഒന്നുകൂടെ എഴുതാം ഞാൻ. ഇമേജ് ഓഫ് ടി ഈക്വൽ ടു സ്പാൻ ഓഫ് 1 0 -1 1 0 -1. ഇത് 3 കൂടെ ആരാവില്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. നമുക്ക് പറയാം ഈ 1 0ൻ്റെയും 0 -1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് -1നെ 1നെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ശരിക്കും ഇമേജ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? സ്പാൻ ഓഫ് 1 0 0 -1 എന്ന് എഴുതാം. അതായത് ഏതെങ്കിലും 2 എണ്ണം ലീനിയർലി. ഇപ്പോൾ ഇതിനെ നമുക്ക് അല്ലെങ്കിൽ ഇത് 2 എടുക്കാം, അല്ലെങ്കിൽ ഇത് 2 എടുക്കാം, അല്ലെങ്കിൽ ഇത് 2 എടുക്കാം. ഞാൻ ഇതിൽ 2 എണ്ണം എടുക്കുന്നു, കാരണം അത് 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മളുടെ സ്പാനിങ് സെറ്റ്. ഏറ്റവും ലീസ്റ്റ് സ്പാനിങ് സെറ്റിനെ നമ്മൾ എടുക്കാം. അത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഈ സെറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോർ ആൽഫ ബീറ്റ ഇൻ ആർ alpha into 1 0 plus beta into 0 minus 1 equal to 0. That is alpha comma minus beta equal to 0 0. The 0 0 will. Okay. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? സ്പാൻ ഓഫ് 1 0 0 minus 1 ഈസ് linearly independent. Span of Allah, sorry. This is linearly independent.
ഇത് സ്പാനിങ് സെറ്റുമാണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ദ ബേസിസ് ഓഫ് ഇമേജ് ഓഫ് ടി ഈസ് 1 0 0 minus 1. Therefore rank of t equal to 2 അല്ലേ? ഇതിൽ 2 എലമെൻറ്റ്സ് അല്ലേ ഉള്ളത്? അപ്പോൾ 2. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന യു എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ R2 ഓഫ് എക്സിൽ നിന്നും R2ലോട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ യു എന്ന് പറയുന്നത് ആരാണ്? R2 ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് യു എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് R2 ഓഫ് എക്സ് ആണ്. R2 ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? 3 ആണല്ലേ? എങ്ങനെയാണ് വരുന്നത്? 3 എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാലോ? R2 ഓഫ് എക്സിലെ എലമെൻറ്റ്സ് എന്താ വരിക? ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി അറ്റ്മോസ്റ്റ് 2 വരെയുള്ള പോളിനോമിയൽസിൻ്റെ ഡിഗ്രി. അതായത് നമുക്ക് a പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ. ഇവിടെ കോൺസ്റ്റൻറ്റ്, ഇവിടെ ഒരു എക്സിൻ്റെ വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ, അത് എക്സ് സ്ക്വയർ, ഈ ഒരു ഫോമിലുള്ളതാണ് വരിക. സോ ഡയമെൻഷൻ ഓഫ് R2 ഓഫ് എക്സ്, ഇതിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ആവശ്യമാണ്, 3 എലമെൻറ്റ്സ് ആവശ്യമാണ്. സോ നമ്മൾ ഇതിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കുന്നത് 1 എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡയമെൻഷൻ ഓഫ് R2 ഓഫ് എക്സ് 3 ആണെന്ന് പറയുന്നതിന് റീസൺ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് നള്ളിറ്റി കിട്ടിയിട്ടുണ്ട്. നള്ളിറ്റി ഈക്വൽ ടു 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. റാങ്കും കിട്ടിയിട്ടുണ്ട്. റാങ്ക് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. നള്ളിറ്റി പ്ലസ് റാങ്ക് ഓഫ് ടി ഈക്വൽ ടു 1 plus 2 which is equal to 3 which is equal to dimension of R2 of x. സോ നമ്മളിവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു ഡയമെൻഷൻ തിയറം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.